കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രീതിക്കെതിരെ അതിജീവിത നൽകിയ പരാതിയിൽ പുനരന്വേഷണത്തിന് തുടക്കം. അതിജീവിതയിൽ നിന്ന് ആന്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മൊഴിയെടുക്കും. ഉത്തരമേഖല IG സമർപ്പിച്ച പരാതിയിലാണ് കേസിൽ പുനരന്വേഷണം നടത്തുന്നത്. ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി. ദീപക്, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാൻ? നേരത്തെ ICU പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി രേഖപ്പെടുത്തിയ ഗൈനക്കോളജിസ്റ്റ് KV പ്രീതി കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയില്ല എന്ന് കാണിച്ചുകൊണ്ട് അതിജീവിത ഒരു പരാതി പോലീസിൽ നൽകിയിരുന്നു. നേരത്തെ തന്നെ അത് മെഡിക്കൽ കോളേജ് ACP അന്വേഷിക്കുകയും ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ട് അത് തള്ളുകയും ചെയ്തു. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഉത്തരമേഖല IG ആയിട്ടുള്ള K സേതുരാമൻ ഈ കാര്യത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ നാർക്കോട്ടിക് സെൽ ACP ആയിട്ടുള്ള TP ജേക്കബിനാണ് അന്വേഷണ ചുമതല. ആ പുനരന്വേഷണം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നത്. ഇനി തുടർന്ന് അങ്ങോട്ട് ഈ ആരോപണ വിധേയമായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് KV പ്രീതിയുടെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നുള്ളതാണ്. ഒരാഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിലവിൽ ഉത്തരമേഖല IG അത്തരത്തിൽ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ട ഒരു വിഷയമായതുകൊണ്ടും അത് വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ അതിജീവിത പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ എന്നുള്ളത് ഒരിക്കൽ കൂടി കണ്ടെത്തുക, ആ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.